ഈ പ്രപഞ്ചത്തിന് ഇങ്ങനെ ഒരു നാഥനുണ്ടോ? ഇതൊരു തീരുമാനമെടുക്കേണ്ട വിഷയമാണ്. കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിലൊരു തീരുമാനമെടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരു ദൈവമില്ല എന്നാണ്. ഇനി അങ്ങനെ ഒരു ദൈവം അത്യാവശ്യമാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലാവാം. നോക്കണം, നിങ്ങൾ സ്വകാര്യ ജീവിതത്തിൽ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി സംഘടിതമാകുമ്പോൾ അന്ന് പടച്ചവൻ ഇങ്ങോട്ട് വരേണ്ടതില്ലെന്നും, നമ്മളെല്ലാവരും ഒറ്റയ്ക്കിരിക്കുമ്പോൾ ദൈവത്തിന്റെ അടിമയാണെന്നും, ഓരോരുത്തരും ഒറ്റയ്ക്കിരിക്കുമ്പോൾ ദൈവത്തിന്റെ അടിമയാണെന്നും, എല്ലാവരും കൂടി സംഘടിച്ചാൽ ദൈവത്തിന്റെ മേലെ ഉടമയാകുമെന്നും. അതല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ ചിന്താശേഷിയെ തൃപ്തിപ്പെടുത്താൻ ഇതിന് കഴിയുമോ? അതുകൊണ്ട് ഞാൻ പറയുന്നു, നെഹ്റുവിന്റെ നിലപാടെടുക്കരുത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം സന്ദേഹവാദിയാണ്. ദൈവമുണ്ടോ? ഉണ്ടാവാം, ഇല്ലേ ഇല്ലാതിരിക്കാം, മൂപ്പർക്ക് ഉണ്ടായാലും ഒരു കുഴപ്പമില്ല. അത്രയും നിസ്സാരമായ വിഷയമല്ല ഇത്. അത്രയും നിസ്സാരമായ വിഷയമല്ല ഇത്. വളരെ ഗൗരവപ്പെട്ട തീർപ്പിലെത്തേണ്ട ഒരു കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നവർ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിനെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുന്ന ഈ പ്രാപഞ്ചിക വീക്ഷണമുണ്ടല്ലോ, ഇത് മനസ്സിലാകാതെ വേറൊന്നും മനസ്സിലാവില്ല. ഈ പ്രാപഞ്ചിക വീക്ഷണം വിശുദ്ധ ഖുർആൻ അടിക്കടി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തിട്ട് വായിച്ചു നോക്കൂ. ഓരോ സൂക്തത്തിലും ഈ വാദമുഖം അള്ളാഹു ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഏത് വാദമുഖം? ഞാനാണ് സൃഷ്ടിച്ചത്, സൃഷ്ടിക്കുന്നവൻ വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഇതിനൊരു സൃഷ്ടാവുണ്ട്. നമ്മളുടെ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ഇസ്ലാം, മുസ്ലിങ്ങൾ ഇവരൊക്കെ വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട്. അങ്ങനെ ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ടെങ്കിൽ ആ നാഥനുമായി നമ്മുടെ നിലപാട്, ആ നാഥനോടുള്ള നമ്മുടെ ഇടപാട് എന്താണ്? ഏതെങ്കിലും ഒരു സൃഷ്ടാവ്, ഒരു ശക്തനായ സൃഷ്ടാവ് എല്ലാം സംവിധാനിച്ചിട്ട് ഓരോന്നിനെ പറ്റി പറയുകയാണെങ്കിൽ എത്രയാണ് ശാസ്ത്രത്തിനെ, ആധുനിക ശാസ്ത്രം കണ്ട് അമ്പരന്ന് പോയ ആ സൃഷ്ടി വൈഭവം. ഖല്ലാഖുൽ അലീം എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അതിവിദഗ്ധനായ സൃഷ്ടികർത്താവ്. അതൊരു വല്ലാത്ത പ്രയോഗമാണ്. അപ്പോ അങ്ങനത്തെ അങ്ങനത്തെ ഒരു നാഥൻ, ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ടോ? ഇല്ലേ. പ്രപഞ്ചത്തിനൊരു നാഥൻ ഉണ്ടെങ്കിൽ ആ നാഥൻ നമ്മോട് വല്ലതും നിർദ്ദേശിച്ചിട്ടുണ്ടോ? ഇല്ലേ. ഇതാണ് അടുത്ത ചോദ്യം. അങ്ങനെ ആ നാഥൻ നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിക്കാൻ നമുക്ക് നമ്മൾ ബാധ്യസ്ഥരാണോ? അല്ലേ. അതാണ് പിന്നത്തെ ചോദ്യം. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തണം. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താതെ ഈ ജീവിതത്തിന്റെ പളപളപ്പിൽ അങ്ങനെ മുന്നോട്ട് പോയാൽ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുകയില്ല.